ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്താ ചൂടില്ലേ, എൻ്റെ പൊന്നു വേല. ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ വാഴയിലയിൽ സിലോപ്പി പൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് അമ്മയാണ് അതിൻ്റെ ചെയ്യണത്. നമുക്കതിനുള്ള അറിവൊന്നുമില്ല. അമ്മേനെ കൊണ്ട് ചെയ്യിക്കാനാണ് അമ്മച്ചി പറയലുണ്ട്. അതായത് നമുക്ക് പരിപാടിയൊക്കെ ആയിട്ട് അടുക്കളയിലായിട്ട് കയറാം. ശരി. ഹലോ ഗൈസ്, ആദ്യം നമ്മൾ ഉരുളിയിടത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 വാഴയില അതിൻ്റെ അകത്തോട്ട് വെക്കുക. വാഴയില അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ മീന് സിലോപ്പിയാണ്. അതിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ പുരട്ടി ഇതിൻ്റെ അകത്തോട്ട് വെക്കാൻ വേണം. അമ്മയാണ് വെക്കണത്. മസാലയൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാണോ ഇതെല്ലാം ചെയ്യണം. ഇനി അല്പം തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇതിൻ്റെ പുറത്ത് ഒരു തക്കാളി. ഇതൊന്ന് മറിക്കാൻ നേരത്ത് ഇനി രണ്ടാമത് തേങ്ങാപ്പാൽ ഒഴിക്കാനാണ് ഈ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് റെഡിയാക്കി എടുക്കാനുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ ഈ നേരം വരെ ഉരുളിക്ക് തീ കൊടുത്തിട്ടില്ല. രണ്ടാമത് ഉരുളിക്ക് തീ കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ഉരുളിക്ക് തീ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ച് ഇനി ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഇത് മറിച്ച് വെച്ചിട്ട് ഈ പാല് ഒഴിക്കും, ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇപ്പോൾ വേപ്പല മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേഗട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ച് വെക്കണം. ഒരില കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം മറിച്ച് വെക്കാൻ. ഹലോ, നമ്മളിത് ഇവിടെ സിലോപ്പി ഇല പൊള്ളിക്കാൻ പോകുന്നത് ഒരു പകുതി വെന്തിട്ടുണ്ട്. പകുതി ഭാഗം മറിച്ച് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഇനി രണ്ടാമതൊഴിക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം ഇനി മൂട് പാത്രം വെക്കുന്നില്ല, ഇല വെച്ച് മൂടിയാണ്. ഇറക്കാൻ നേരത്തെ ഇച്ചിരി എണ്ണയും പച്ചവേപ്പല ഇനിയും വെക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല പൊള്ളിക്കുന്ന സിലോപ്പിയാണ്. ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളത് സിലോപ്പി വറുത്ത് മസാലയൊക്കെ ചേർത്ത് വറുത്ത് ഇല പൊതിഞ്ഞ് കെട്ടി വെച്ചാണ് വറുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പച്ചക്ക് ശരിയാക്കുന്ന സിലോപ്പിയാണ്. ഇത് വറുക്കുന്നില്ല. ഇനിയിപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, എന്നാലും ഇച്ചിരി കൂടെ എണ്ണ തെളിയണം. പാല് രണ്ടാമത് ഒഴിക്കുകയാണ്. ഇനി ഇറക്കാൻ നേരത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വേപ്പല വെക്കും. ഇനി അടുത്ത ഇല സെപ്പറേറ്റ് ആയിട്ട് ഇല കൊണ്ടാണ് മൂടുന്നത്. അല്ല, ഇത് എണ്ണ മൂടുന്നതിന് മുൻപ് ഇച്ചിരി ഉപ്പ് നോക്കാനുണ്ട്. ഇച്ചിരി ഉപ്പ് പോരാഴിയുണ്ട്. നമ്മളിച്ചിരി കൂടെ ഉപ്പിടുകയാണ്. ഒന്നുകൂടെ പയ്യനെ ഇളക്കി വെക്കണം. ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പുളിയും എരിവുമൊക്കെ അത് സാമ്യമായിട്ട് വരും. അപ്പോൾ അടുത്തത് ഇല മൂടുകയാണ്. ഇനി അവിടെ ഇരുന്നോട്ടെ.
ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി പച്ച വെളിച്ചെണ്ണ വേപ്പില ഒഴിക്കാൻ പോകുന്നു. ഇച്ചിരി തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. കൂടുതൽ മുളകൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാലിലാണ് ഇത് പൊള്ളിച്ചിരിക്കുന്നത്. ഇനി ടേസ്റ്റ് നോക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. 3/4 ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിനെ ഇറക്കാം. എണ്ണയൊക്കെ സൂപ്പറായിട്ട് വന്നുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത്ര വലിയ സിലോപ്പിയല്ല, എന്നാലും മീഡിയം സിലോപ്പിയാണ് നമുക്ക് കിട്ടിയത്. അത് ഇവിടെ വലയെ പിടിച്ചെടുത്ത സിലോപ്പിയാണ്. നമുക്കിനി ഒരു വലിയ സിലോപ്പി ഇട്ട് വീഡിയോ എടുക്കാം. ഇപ്പം ടേസ്റ്റ് ഒന്ന് നോക്കാനായി. സൂപ്പർ 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 സംഭവം.